അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് 75 വിദ്യാർത്ഥികൾ കേരള ഹൌസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ജമ്മു കശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്നലെ രാത്രി കേരള ഹൌസിലെത്തിയത്. ട്രെയിനിലും വിമാനങ്ങളിലുമൊക്കെയായി ഇവരെ നാട്ടിലെത്തിക്കും എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിട്ടുണ്ടോ? സെയ്ഫ്, കേൾക്കാമോ? ദിവ്യ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75ഓളം വിദ്യാർത്ഥികളാണ് കേരള ഹൌസിൽ എത്തിയിരിക്കുന്നത്. സംഘർഷബാധിത അതിർത്തി സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങി കേരള ഹൌസിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിൽ പഠിക്കുന്ന കേന്ദ്ര സംസ്ഥാന യൂണിവേഴ്സിറ്റികളിൽ നിന്നായിട്ടാണ് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയുമായി 75ഓളം വിദ്യാർത്ഥികൾ കേരള ഹൌസിൽ എത്തിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിമാനങ്ങളിലും ട്രെയിനുകളിലുമായി ഇന്ന് പുലർച്ചെ തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ അവർ നാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നത്. ഇത് കാര്യമായി തന്നെ മലയാളികളായ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ സംഘർഷബാധിതമായ അതിർത്തി സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 75 വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ പേർ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ദിവ്യ.